ഫ്രോൺസ് മാരുതിയുടെ പുലിക്കുട്ടി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം യുവാക്കളെ പ്രായമേറിയവരെയും ഒരേപോലെ ആകർഷിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഈ ഒരു കാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. ഇതിൽ സൈഡിൽ നമുക്ക് ക്യാരക്ടർ ലൈൻസ് ഒക്കെ ആണെങ്കിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ, ആൻറ്റിന, സ്പോയിലർ ഇതെല്ലാം തന്നെ എയറോഡൈനാമിക്കിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു കാറ് ഹൈബ്രിഡ് കാറാണ്. ഇതിൻ്റെ ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്ക് ലൈറ്റ് ആണെങ്കിലും ബാക്കിൽ വരുന്നുണ്ട്. വൈപ്പറും വരുന്നുണ്ട്. ഇന്റീരിയർ വരുമ്പോൾ 4 ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. മിററിൻ്റെ കൺട്രോൾ ആണെങ്കിലും നമുക്ക് ഡോർ പാഡിൽ വരുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറില്ലേ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ഡാഷ്ബോർഡിലും കാണാൻ കഴിയുന്നത്. ഇൻഫോടൈൻ സിസ്റ്റം വരാൻ നേരത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ എ സി വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വരാൻ നേരത്ത് പവർ സ്റ്റിയറിംഗ് ആണ് ടിൽറ്റ് ചെയ്യാവുന്നത്. പിന്നെ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, ഇവൻസ് ഒക്കെ ആണെങ്കിലും വരുന്നുണ്ടായിരുന്നു. സീറ്റിങ്ങിനെ കുറിച്ച് പറയാൻ നേരത്താണെങ്കിലും നമുക്ക് ബോസ്റ്റർ സപ്പോർട്ടും ഡൈ സപ്പോർട്ട് ആണെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു. ബോഡി റോളിങ് താരതമ്യേന കുറവായിരിക്കും. ബാക്കിലെ സീറ്റിലാണെങ്കിലും 3 ഹെഡ് റെസ്റ്റ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ആംറെസ്റ്റ് വരാൻ നേരത്ത് അതിലൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇതിൽ കിട്ടുന്നുണ്ട്. കുഞ്ഞ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇതിൽ ഇട്ട് വെക്കാൻ പറ്റും. പ്രോൺസിൻ്റെ ഡെൽറ്റ വേരിയൻ്റ് തൊട്ട് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 80 ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ തന്നെ ആൽഫ വേരിയൻ്റ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ബാക്കിൽ റീറൈസ് ഇവൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് പോർട്ട് ആണെങ്കിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം സ്പേസ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ 4 ഡോറിലും ചെറിയൊരു ബോട്ടിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡയമെൻഷൻ നോക്കാൻ നേരത്ത് ലെങ്ത് 3995 ആണ് വരുന്നത്. വിഡ്ത്ത് 1765, ഹൈറ്റ് 1550, വീൽ ബേസ് 2520. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.